ഗവർണർ പുഷ്പാർച്ചന നടത്തിയ ചിത്രത്തിലെ ഭാരതാംബയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ISRO ജീവനക്കാരന് സസ്പെൻഷൻ. ഭാരതാംബ അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി GR പ്രമോദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ സർവീസ് ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നും ഏകപക്ഷീയമായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് A. റഹീം MP ISRO ഡയറക്ടർക്ക് കത്ത് നൽകി. ഭാരതാംബ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ തുടർന്നായിരുന്നു ISRO സ്റ്റാഫ് അസോസിയേഷൻ കോർഡിനേറ്റിംഗ് സെക്രട്ടറിയും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ GR പ്രമോദിനെ സസ്പെൻഡ് ചെയ്തത്. സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു സസ്പെൻഷൻ. പ്രമോദിനെ ആദ്യം ISROയുടെ വലിയമല ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. അവിടെ ജോലിയിൽ പ്രവേശിക്കാനെത്തിയപ്പോഴായിരുന്നു സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചത്. സർവീസ് ചട്ടം ലംഘിക്കുന്ന ഒന്നും പോസ്റ്റിലുണ്ടായിരുന്നില്ലെന്ന് പ്രമോദ് ISRO അധികൃതർക്ക് മറുപടി നൽകിയെങ്കിലും വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടവർ ഇപ്പോഴും ജോലിയിൽ തുടരുമ്പോഴാണ് പ്രമോദിനെതിരായ ഏകപക്ഷീയമായ നടപടിയെന്ന് A. റഹീം പറഞ്ഞു. ISROയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്ര ചട്ടങ്ങൾക്ക്, സർവീസ് ചട്ടങ്ങൾക്ക് ബാധകമാണ്. സർവീസ് ചട്ടങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്താൻ പാടില്ല, ചട്ടവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇതുവരെ 11 കേസുകൾ ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ഡയറക്ടറുടെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിൽ തെറി പറയുന്നതുണ്ട്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ളവരെ ഒക്കെ വളരെ മോശമായി പരസ്യമായി നടത്തിയ പ്രതികരണങ്ങളുണ്ട്. അതൊക്കെ അവിടുത്തെ ISROയിൽ ജോലി ചെയ്യുന്ന, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന BJP ബന്ധമുള്ള BMSന്റെ പ്രവർത്തകരായ ആളുകളാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ ISRO വേളി കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. A. റഹീം MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.